എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സിനിമ. ഓക്കെ, ഇപ്പം നിങ്ങൾ സിനിമയെ ജസ്റ്റ് ഒരു ടൈം പാസ്സായിട്ട് കാണുന്നതെങ്കിൽ ദയവായിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇതിൽ കോമഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫൈറ്റില്ല, കോമഡി ഇല്ല. കാന്ത ഒറ്റ വാക്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഈ സിനിമ ഏത് ടൈപ്പാണെന്ന് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾക്ക് ദുൽഖറിൻ്റെ അഭിനയം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ദുൽഖറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മകൻ തന്നെ അത്രേ പറയാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ള സിനിമയാണ് കാന്ത പ്രധാനമായിട്ടും പറയുന്നത്. ഈ സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തൊരു സിനിമ, അതായത് ഒരു നായകനും ഡയറക്ടറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാരണം കളഞ്ഞിട്ട് പോയൊരു സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു, അതേ നായകനും അതേ ഡയറക്ടറും വെച്ചിട്ട്. അങ്ങനെ പോകുന്ന സ്റ്റോറി. പിന്നീട് അവരുടെ ഇടയിൽ വരുന്ന മാറ്റങ്ങൾ, ഈഗോ ക്ലാഷുകൾ, അതാണ് ഇതിൽ പറയുന്നത്. തുടക്കം തൊട്ടേ പറയാലോ, മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് തുടക്കം തൊട്ടേ. നമുക്ക് ആ മൂഡ് പിടിച്ച് കറക്റ്റ്. ദുൽഖറിൻ്റെ ഇൻട്രോ ആണെങ്കിലും എല്ലാം വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ